നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാരുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹനുമാൻ ഈ പാട്ടൊക്കെ പാടി കഴിയുമ്പോൾ സീതാദേവി ചോദിക്കുകയാണ് ആരാന്നുള്ളത്. അപ്പോൾ ഹനുമാൻ പറയും, ഞാൻ അഞ്ജനയുടെയും കേസരിയുടെയും പുത്രനാണ്, വായുദേവൻ്റെ മാനസപുത്രനാണ് ഞാൻ, ഹനുമാൻ എന്നാണ് എൻ്റെ പേര്, ഞങ്ങളുടെ രാജാവ് ആൻ്റപ്പടയുടെ രാജാവാണ് സുഗ്രീവൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്നിട്ട് അപ്പോൾ സീതാദേവി പറയും, എനിക്കെങ്ങനെ നിന്നെ വിശ്വസിക്കാൻ പറ്റും, നീ രാവണൻ്റെ ആളല്ലെന്നുള്ള ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിക്കുകയാണ്. അപ്പം ഹനുമാൻ പറയാണ്, ശ്രീരാമചന്ദ്രൻ ഖരദൂഷണന്മാരെ കൊന്നു, 14,000 രാക്ഷസന്മാരെ കൊന്നു, അത് കഴിഞ്ഞ് മാരീചനെയും കൊന്നു. അങ്ങനെ ശ്രീരാമൻ ലക്ഷ്മണനും കൂടി ഋഷിമുഖമലയിലെത്തി സുഗ്രീവനായിട്ട് കൂട്ടായി. സുഗ്രീവന്റെ ജ്യേഷ്ഠനായ ബാലിയെ കൊന്ന് കിഷ്കിന്ധ തിരിച്ചെടുത്തു, സുഗ്രീവന് കൊടുത്തു. സുഗ്രീവന്റെ ഭാര്യയും തിരിച്ചു കിട്ടി സുഗ്രീവന്. ഇപ്പോൾ സുഗ്രീവൻ അവിടുത്തെ രാജാവായി. അങ്ങനെയാണ് സുഗ്രീവന്റെ മന്ത്രിയാണ് ഞാൻ, എന്നെ സുഗ്രീവൻ അയച്ചതാണ് ഇപ്പോൾ ഇങ്ങോട്ട്. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു സീതാദേവിയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് എന്നെ അയച്ചതാണ്. ശ്രീരാമചന്ദ്രനും സുഗ്രീവനും കൂടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് പറയാണ്. എന്നിട്ട് ഹനുമാൻ മോതിരം എടുത്തു കൊടുക്കും. മോതിരം കൊടുത്തിട്ട് കാണിച്ചിട്ട് പറയാണ്, ഇത് ശ്രീരാമചന്ദ്രൻ തരാൻ പറഞ്ഞു, ഇത് കാണുമ്പോൾ അവിടത്തേക്ക് മനസ്സിലാവും ഞാൻ അദ്ദേഹത്തിൻ്റെ ആളാണെന്നുള്ളത് മനസ്സിലാവും, അതിനു വേണ്ടി തന്നു വിട്ടാന്ന് പറയാണ്. മോതിരം വാങ്ങിക്കും. സീതാദേവിക്ക് വല്ലാത്ത സന്തോഷവും. അപ്പം എൻ്റെ രാമൻ എന്നെ മറന്നിട്ടില്ല അല്ലേ, രാമൻ അപ്പം എനിക്ക് വേണ്ടി രാമൻ വരുമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറയും, ഉറപ്പായിട്ടും വരും. അദ്ദേഹത്തിന് ഏതു നേരവും ദേവിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ, എപ്പോഴും ദേവിയെക്കുറിച്ചാണ് ചിന്ത. ഏതു നേരവും ദേവി എന്ത് ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ്. ദേവി കഴിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ, ദേവി വിഷമിച്ചിരിക്കുവാണോ, അങ്ങനത്തെ ചിന്തകൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ സീതാദേവിക്ക് ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത സമാധാനമാവും. കാരണം രാമൻ എന്തായാലും എത്തുന്നുള്ളത് സീതയ്ക്ക് മനസ്സിലായി. അപ്പോൾ സീത ചോദിക്കുകയാണ്, ശ്രീരാമനും ലക്ഷ്മണനും വാനരപ്പടയുടെ കൂടെ എങ്ങനെ ഇവിടെ എത്താൻ പറ്റുന്നു, വാനരന്മാർക്ക് എങ്ങനെ രാവണനെ തോൽപ്പിക്കാൻ പറ്റും, എങ്ങനെ ലങ്കയിലേക്ക് കടക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. എല്ലാ വാനരന്മാരും കഴിവുള്ളവരാണ്, എത്ര യോജനങ്ങൾ വേണമെങ്കിലും കടക്കാൻ പറ്റും, ഞങ്ങൾക്ക് കരടികളുടെ സഹായവും ഉണ്ട്, അവരും ഇതുപോലെ മിടുക്കന്മാരാണ്, എങ്ങനെ വേണമെങ്കിലും സഹായിക്കാൻ പറ്റും, ഞങ്ങൾക്ക് ഇവിടെ എത്തി രാക്ഷസന്മാരെ കൊന്ന് ആ ദേവി ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ള കഴിവ് ഇവിടെ ഞങ്ങൾക്ക് എല്ലാ വാനരന്മാർക്കും ഉണ്ടെന്ന് പറയുകയാണ്. ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് സീതാദേവി പറയാം, ഞാൻ എൻ്റെ രാമനെ തന്നെ ഏത് നേരവും ചിന്തിച്ചിരിക്കുന്നത്, ലക്ഷ്മണനും സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ പറയാം, രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ല, അവിടുത്തെ ദേവിയെ രക്ഷിച്ചുകൊണ്ട് വരുന്ന കാര്യം തന്നെയാണ് ഏത് നേരവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. എന്നിട്ട് അപ്പം ഹനുമാന് അവസാനം വല്ലാത്ത സങ്കടമാവുകയാണ് സീതാദേവി ഇരുന്ന് വിഷമിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഹനുമാൻ പറയാം, എന്നൊരു കാര്യം ചെയ്യൂ ദേവി, എൻ്റെ തോളത്ത് കയറിക്കോളൂ, ഇപ്പം തന്നെ ഞാൻ ദേവിയെ ഇവിടുന്ന് കൊണ്ടുപോകാം, ശ്രീരാമചന്ദ്രന് കൊണ്ട് കൊടുക്കാം, ദേവിയെ ഇപ്പം തന്നെ ശ്രീരാമചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഞാൻ നിർത്താമെന്ന് പറയാണ്. സീതാദേവി ചോദിക്കും, നിനക്ക് എങ്ങനെ എന്നെ കൊണ്ടുപോകാൻ പറ്റും, നീ കൊച്ചല്ലേ, നിൻ്റെ പുറത്ത് ഞാൻ എങ്ങനെ കയറുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹനുമാൻ തൻ്റെ വലിയ രൂപമാവുകയാണ്. അപ്പോൾ സീത പറയും, അപ്പോൾ ശരിക്കും കേമന്മാരാണല്ലേ നിങ്ങൾ, വായുപുത്രനായ അങ്ങ് കേമൻ തന്നെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. എന്നിട്ട് സീത പറയും, പക്ഷെ ഞാൻ വരുന്നില്ല പറയാണ്, ഞാനൊരു അന്യപുരുഷൻ്റെ ദേഹത്ത് ഞാൻ ഒരിക്കലും തൊടില്ല, അത് ശരിയല്ല, എനിക്കെൻ്റെ രാമനുള്ളപ്പോൾ വേറൊരാളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലും ശരിയല്ല, എന്നെ സഹായിക്കാനാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വരില്ല കൂടെ എന്ന് പറയാണ്. എന്നിട്ട് പറയും, ഇത് രാമൻ ശപഥം ചെയ്തു രാവണനെ കൊല്ലാമെന്നുള്ളത്, അപ്പോൾ രാമൻ തന്നെ വന്ന് കൊല്ലണം, അപ്പം അല്ലാതെ രാമൻ ചെയ്ത ശപഥം പാലിക്കാതെ എന്നെ ഇവിടുന്ന് ഇപ്പോൾ കൊണ്ട് കൊടുത്താൽ രാമൻ്റെ വാക്കിന് വിലയില്ലാതാവും, അതും രാമൻ ഇഷ്ടപ്പെടില്ല, അപ്പോൾ വേണ്ട, രാമൻ വരുന്നവരെ ഞാൻ കാത്തിരുന്നോളാം, എന്നാലും 2 മാസം കൂടിയേ സമയമുള്ളൂ എന്നുള്ള രാമനെ അറിയിക്കണമെന്ന് പറയാണ്. അപ്പോൾ ഹനുമാൻ പറയുന്നത്, ശരിയെന്ന് ദേവി പറയണ പോലെ, ഞാൻ ദേവിയുടെ വിഷമം കണ്ടിട്ട് ചോദിച്ചതാണ്, ഇപ്പോൾ ദേവി അവിടെ ചെന്നാൽ ശ്രീരാമചന്ദ്രന് സന്തോഷമാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ സീത പറയും, ഇല്ല എനിക്ക് മനസ്സിലായ, സാരമില്ല പറയാണ്, പക്ഷെ എൻ്റെ തീരുമാനം എങ്ങനെയാണെന്ന് സീതാദേവി പറയാണ്. ഹനുമാന് തൻ്റെ തലയിലെ ചൂടാമണി എടുത്തു കൊടുത്തിട്ട് പറയുകയാണ്, ഇത് ശ്രീരാമചന്ദ്രന് കൊടുക്കണം, ഇത് സമുദ്രത്തിൽ നിന്ന് എൻ്റെ അച്ഛന് കിട്ടിയതാണ്, ഇത്ര പ്രത്യേകതയുള്ള രത്നങ്ങൾ കൊണ്ടാണ് ഈ ചൂടാമണി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണെന്നുള്ളതും, ഇത് എന്നെ നീ കണ്ടു എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോടും ലക്ഷ്മണനോടും പറയണം, ഞാൻ എപ്പോഴും അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പറയണം, ഒന്നൊരിക്കൽ എൻ്റെ കുങ്കുമം മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം ഒരു കല്ലിൽ നിന്ന് കുങ്കുമത്തിൻ്റെ നിറം ഉണ്ടാക്കി എന്നെ തൊടിയിച്ചത് ഓർക്കുന്നില്ലെന്ന് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറയണം. ഒരു കാക്ക എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ കുശപ്പുല്ല് വെച്ച് അദ്ദേഹം ആ കാക്കയെ ആക്രമിച്ചതും ഓർക്കുന്നില്ലെന്ന് ചോദിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാവുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും നീ എന്നെ കണ്ടു എന്നുള്ളത്. ഏതു നേരവും അദ്ദേഹത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നീ അറിയിക്കാൻ പറയാണ്. ഹനുമാൻ പറയും, ശരി ദേവി, അങ്ങനെ ആവട്ടെ എന്ന് പറയാണ്. എന്നിട്ട് ഹനുമാൻ പറയാം, സൂക്ഷിച്ചു പോകണമെന്ന് പറയാണ് സീതാദേവി.
ഹനുമാൻ അവിടുന്ന് പോവാണ്. ഹനുമാന് പെട്ടെന്ന് തോന്നുകയാണ്, ഇങ്ങനെ പോയാൽ പോരല്ലോ, ഇവിടെയുള്ള രാക്ഷസന്മാരെയൊക്കെ ഞാൻ അറിയിക്കണം, ഞാൻ കേമനാണ്, ഞാനിവിടെ വന്നു, ഞാൻ കേമനാണ്, എൻ്റെ ശക്തി എന്താണെന്നുള്ള ഇവരെയൊക്കെ അറിയിക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വേഗം ഹനുമാൻ തൻ്റെ വലിയ രൂപം എടുക്കുകയാണ്. സ്വരൂപം എടുത്തിട്ട് കൊട്ടാരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ അടിച്ചു പൊളിക്കുകയാണ്. ഹനുമാൻ എല്ലാം തകർക്കുന്ന കാണുമ്പോൾ രാക്ഷസന്മാരെല്ലാവരും രാവണൻ്റെ അടുത്ത് ഓടി ചെല്ലുകയാണ്. പറയാണ്, സീതയെ കാണാൻ ഒരു വാനരൻ വന്നു, അവനിപ്പോൾ എല്ലായിടവും നശിപ്പിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ തൻ്റെ കിങ്കരന്മാരെ വിടുകയാണ് ഈ വാനരനെ കൊല്ലാൻ വേണ്ടിയിട്ട് രാവണൻ. ഈ കിങ്കരന്മാരെ എല്ലാവരെയും ഹനുമാൻ നിഷ്പ്രഭം കൊന്നു കളയും. ഇത് രാവണന്റെ ചെവിയിലെത്തും. രാവണൻ തൻ്റെ ഏറ്റവും വലിയ കേമനായ രാക്ഷസനെ വേണം, ജംബൂമാലി എന്ന് പറഞ്ഞു. ആ രാക്ഷസനെയും വേഗം തന്നെ ഹനുമാൻ കൊന്നു കളയും. അപ്പോൾ രാവണൻ വിചാരിക്കുകയാണെങ്കിൽ ഏത് വാനരനാണ് ഇത്രയും കഴിവുള്ളത്, ബാലിയും സുഗ്രീവനും ഉള്ളൂ ഇങ്ങനെ കഴിവുള്ളത്, പക്ഷെ അവരിങ്ങോട്ട് വരാൻ സാധ്യതയില്ല, ഇത് ഇത്രയും കഴിവുള്ളതെന്ന് വിചാരിക്കുകയാണ്. അപ്പം രാവണൻ പറയും, ഇന്ദ്രദേവനെയൊക്കെ ഞാൻ നിഷ്പ്രഭമാണ് യുദ്ധത്തിൽ തോപ്പിച്ച്, അപ്പം അവർ വിട്ടേക്കുന്നതായിരിക്കും ഈ വാനരനെ എന്ന് പറയാണ്. എന്നിട്ട് തൻ്റെ കൂടെയുള്ള ദുർധരനെ, രൂപാക്ഷനെ ഒക്കെ വിടുകയാണ്. പ്രകാശൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് രാക്ഷസന്മാരുണ്ട്, ഇവരെയൊക്കെ വിടുകയാണ്. ഇവരൊക്കെ ചെന്ന് എല്ലാവരെയും വളരെ എളുപ്പമാണ് ഹനുമാൻ കൊന്നു കളയുന്നത്. അപ്പം രാവണൻ വിചാരിക്കുകയാണ്, ഇത് ആരാ ഇത്രയും ശക്തിമാനായിട്ടുള്ളത്? എന്നിട്ട് അവസാനം രാവണൻ്റെ പുത്രനായ അക്ഷൻ പറയാണ്, അച്ഛാ ഞാൻ പോകാം. അപ്പം അക്ഷൻ എന്ന് പറഞ്ഞ ഈ പുത്രൻ ചെന്ന് കഴിയുമ്പോൾ ഹനുമാന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ മിടുക്കനാണ്, പക്ഷേ ഇവനെ കൊല്ലാതെ പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് ഈ പുത്രനെയും കൊന്നു കളയുകയാണ്. അപ്പം രാവണൻ അത് അറിയുമ്പോൾ വല്ലാതെ ദേഷ്യവും സങ്കടവും വരെ, എൻ്റെ പുത്രനെ കൊന്നു, എന്താ ഞാൻ ഇവനെ ശരിയാക്കണം, ഇവനെ വെച്ചോണ്ടിരിക്കുന്നത്, ഇവനെ എന്താ ഇനി കൊന്നേ പറ്റുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ ഇന്ദ്രജിത്ത്, രാവണന്റെ ആദ്യത്തെ മകനാണ്, ഇന്ദ്രജിത്ത് വന്നിട്ട് പറയാണ്, അച്ഛാ ഞാൻ പോകാം, ഞാൻ പോയി അവനെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പോൾ രാവണന് അറിയാം ഇന്ദ്രജിത്ത് രാവണന്റെ പോലെ തന്നെ കഴിവുള്ളവനാണ് എന്നുള്ളതറിയാം. അപ്പോൾ ഇന്ദ്രജിത്തിനോട് പറയണം, പോയി വാനരനെ കൊണ്ടുവരാൻ പറയുകയാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് പോവുകയാണ്. ഇന്ദ്രജിത്ത് എന്ന് ബ്രഹ്മാസ്ത്രം അയക്കുകയാണ് ഹനുമാന്റെ നേരെ. അപ്പോൾ ഇത് ഹനുമാനെ ചുറ്റി കെട്ടുകയാണ് ഈ ബ്രഹ്മാസ്ത്രം. അപ്പോൾ ഹനുമാൻ പക്ഷെ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഹനുമാൻ അപ്പോൾ തീരുമാനിക്കുകയാണ്, എന്നാൽ ശരി, ഇനിയിപ്പോൾ എന്നെ കെട്ടിയിട്ടല്ലോ, അപ്പോൾ കെട്ടിയിട്ടതിൻ്റെ അർത്ഥം എന്നെ ഇനിയിപ്പോൾ രാവണന്റെ മുമ്പിൽ കൊണ്ടുവന്നു, എന്നാൽ പിന്നെ എനിക്കൊന്ന് രാവണനെ കാണാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള രാക്ഷസന്മാർ ഓടി വന്ന് വേറെ കയറുകൊണ്ട് കൈയൊക്കെ കെട്ടുകയാണ്. ഹനുമാൻ അറിയാം ബ്രഹ്മാസ്ത്രത്തിന്റെ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വേറെന്തെങ്കിലും കയറുകൊണ്ട് കൈയൊക്കെ ബന്ധിച്ചു കഴിഞ്ഞാൽ ഇത് പോവും, ഇതിന്റെ ശക്തി പോവും. അങ്ങനെയാണ് ഈ ബ്രഹ്മാസ്ത്രത്തിന്റെ പ്രത്യേകത, അങ്ങനെയാണ്. അപ്പോൾ ഹനുമാനെയും കൊണ്ട് രാവണന്റെ അടുത്തേക്ക് പോവുകയാണ് രാക്ഷസന്മാർ. അങ്ങനെ പിടിച്ചു കെട്ടി രാവണന്റെ മുമ്പിൽ കൊണ്ട് ചെല്ലുകയാണ് ഹനുമാനെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.